രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആദിത്യ ഹൃദയ മന്ത്രം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാമക്രോധാദികൾ പൂർണ്ണമായും ഇല്ലാതായിത്തീരും. അതോടെ ശത്രു എന്നുള്ളത് ഈ ലോകത്തിലില്ല എന്ന് ബോധ്യപ്പെടും. ഉള്ളത് ഭഗവാൻ മാത്രം എന്ന് ബോധ്യപ്പെടും. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവ് അനുഭവവേദ്യമായി തീരും. അങ്ങനെ ശത്രു ഇല്ലാതാകും, അജാതശത്രുവായി മാറും. അങ്ങനെ ശത്രുനാശം വരും, രോഗവിനാശനം, രോഗങ്ങളില്ലാതായിത്തീരും, വർദ്ധിക്കും ആയുസ്, സത്കീർത്തി വർദ്ധനം. നിത്യം ആദിത്യ ഹൃദയമാ മന്ത്രം ഇത് ഉത്തമം, എത്രയും ഭക്ത്യാ ജപിക്കടോ. ഈ ആദിത്യൻ പരമാദിത്യനാണ്. നേരത്തെ ആ ഒരു പരമാദിത്യനെ നമ്മൾ ചർച്ച ചെയ്തല്ലോ, ആകാശം എന്ന വാക്ക് പറഞ്ഞിട്ട്. ഈ കാണായതായ ആകാശത്തെയും ഉൾക്കൊള്ളുന്ന മഹാകാശം എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ആ മഹാകാശം തന്നെയാണ് ഇവിടെ അഗസ്ത്യ മഹർഷി പറയുന്ന ആദിത്യൻ. ഈ കാണുന്ന നമ്മുടെ തലയ്ക്ക് മുകളില് പകല് നമ്മൾ കാണുന്ന ആദിത്യന്റെ അനന്തകോടി ശക്തിയും പ്രകാശവും ഉള്ളതായ ആദിത്യനാണ് ആ പരമാദിത്യൻ. ആ പരമാദിത്യന്റെ ശക്തിയുടെ ഒരു നേരിയ അംശം കൊണ്ടാണ് ഈ ആദിത്യൻ പ്രകാശിക്കുന്നത്. അതേപോലെ രാത്രിയിൽ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ ഈ ആദിത്യനേക്കാളും വലിയ ആദിത്യന്മാരാണ്, സൂര്യന്മാരാണ്. അവരെ പ്രകാശിപ്പിക്കുന്നതും ആ പരമാത്മാവിന്റെ ശക്തിയുടെ ഒരു നേരിയൊരംശം മാത്രമാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അദ്ദേഹമാണ്. നമ്മുടെ ഉള്ളിൽ പ്രകാശമായിരിക്കുന്നു അദ്ദേഹം തന്നെ. നമ്മുടെ ഉള്ളിൽ ആ പരമാദിത്യൻ കുണ്ടലിനിയായിട്ട് മൂലാധാരത്തിലിരിക്കുന്നു. അങ്ങനെ ആ പരമാദിത്യനാണ് നമ്മയും പ്രകാശിപ്പിക്കുന്നത്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. മണൽത്തരിയായാലും പുല്ലിനെയായാലും പുഴുവിനെയായാലും ആ ആദിത്യനാണ് പ്രകാശിപ്പിക്കുന്നത്. തമേവ ഭാന്തം അനുഭാതി സർവം. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ആദിത്യനെ പിന്തുടർന്ന് ബാക്കി ലോകത്തിലുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികളും തീയും ഇടിമിന്നലും സമസ്ത വസ്തുക്കളും പ്രകാശിക്കുന്നു. തസ്യഭാസ സർവമിതം വിഭാതി. അവന്റെ പ്രകാശം കൊണ്ടാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. ആ ആദിത്യൻ അതാണ് ഇവിടെ അഗസ്ത്യ മഹർഷി നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന, രാമന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ആദിത്യൻ, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആദിത്യൻ. ആ ആദിത്യനെ മനസ്സിലാക്കിക്കൊള്ളൂ. ആ ആദിത്യന്റെ തന്നെ സങ്കല്പത്താലാണ് ഈ ലോകമുണ്ടായത്. ആ പരമാദിത്യൻ അഥവാ മഹാകാശം, ആ പരമാദിത്യൻ സങ്കല്പിച്ചു. സ കാമേത ബഹുസ്യാം, ഞാൻ പലതായി തീരട്ടെ എന്ന് സങ്കല്പിച്ചു. ആ സങ്കല്പത്തിൽ നിന്നിട്ട് ഇക്കാണായതെല്ലാം ഉണ്ടായി. ആ സങ്കല്പമാണ് മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി, അതിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടായി, അതിൽ നിന്നിട്ട് ശബ്ദതത്വം ഉണ്ടായി, അതിൽ നിന്ന് സ്പർശതത്വം ഉണ്ടായി, അതിൽ നിന്ന് രൂപതത്വം ഉണ്ടായി, അതിൽ നിന്ന് രസതത്വം ഉണ്ടായി, അതിൽ നിന്ന് ഗന്ധതത്വം ഉണ്ടായി, അതിൽ നിന്ന് മനസ്സുണ്ടായി. അതിൽ നിന്നെല്ലാം ഇവയെല്ലാം കൂടി ചേർന്നിട്ട്, നേരത്തെ പറഞ്ഞ ആ തത്വങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് മനസ്സുണ്ടായി. അതേപോലെ തന്നെ ആ തത്വങ്ങളുടെ തന്നെ അനുഗ്രഹത്താൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ടായി, 5 സ്ഥൂലഭൂതങ്ങളുണ്ടായി. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ നിർമ്മിതിക്ക്, ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടുന്ന അടിസ്ഥാന പദാർത്ഥങ്ങളെല്ലാം ഉണ്ടായി. എല്ലാം ആ പരമ ആദിത്യനിൽ നിന്ന്. എല്ലാം അവിടെ നിന്നാ വരുന്നേ. അവിടുത്തെ കാരുണ്യത്താലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തൊക്കെ കാണപ്പെടുന്നുവോ അതെല്ലാം ആ ആദിത്യനാണ് എന്നറിഞ്ഞുകൊള്ളണം. പുല്ലും പുഴുവും മണൽത്തരിയും മഹാപർവ്വതവും ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും കിന്നരന്മാരും എല്ലാവരും നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും എല്ലാം ആ ആദിത്യനാണെന്ന് അറിഞ്ഞുകൊള്ളണം. ആ ആദിത്യന്റെ സങ്കല്പത്താൽ
മൂലപ്രകൃതി പ്രവർത്തിച്ചിട്ട് ആദിത്യൻ്റെ തന്നെ ശക്തിയായിരിക്കുന്ന മൂലപ്രകൃതി ജാഗ്രതായി പ്രവർത്തിച്ചിട്ട് ഉണ്ടായി കാണപ്പെടുന്നതാണ് ഇതെല്ലാം. ഇതിൻ്റെ എല്ലാം ഉള്ളിലും പുറമേ ആ ആദിത്യനാണ്. അതിനാൽ ഇതെല്ലാം ആദിത്യനാണെന്ന് അറിഞ്ഞുകൊള്ളൂ. വളരെ വ്യക്തമായിട്ട് അഗസ്ത്യ മഹർഷി നമ്മെ കേൾപ്പിക്കുന്നു. ദേവാസുരോരക ചാരണകിന്നര താപസ ഗുഹ്യക യക്ഷ രക്ഷോഭൂത കിംപുരുഷ അപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാവരും ആരെയാ ഭജിക്കുന്നതെന്നറിയോ? ആരെയാണ് ആശ്രയിക്കുന്നതെന്നറിയോ? എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ആരെയാ ആശ്രയിക്കുന്നതെന്നറിയോ? ഈ ആദിത്യനെ തന്നെയാണ്, സൂര്യനെ തന്നെ ഭജിപ്പതും. അവരവരുടെ ഈശ്വരനെ ഓരോരോ രൂപത്തിൽ കണ്ടിട്ടുണ്ടാകാം. ആ ഈശ്വരന് ഓരോരോ പേര് കൊടുത്തിട്ടുണ്ടാകാം. ആ ഈശ്വരന് ഓരോരോ ഭാവങ്ങൾ ആരോപിച്ചിട്ടുണ്ടാകാം. ഏത് രൂപത്തിൽ ഈശ്വരനെ ധ്യാനിച്ചാലും, ഏത് ഭാവത്തിൽ ഈശ്വരനെ ധ്യാനിച്ചാലും, ഏത് നാമത്തിൽ ഈശ്വരനെ ധ്യാനിച്ചാലും, രൂപവും ഭാവവും നാമവും ഒന്നുമില്ലാതെ ധ്യാനിച്ചാലും ധ്യാനിക്കപ്പെടുന്നത് ഈ ആദിത്യനെ തന്നെയാണ്. ധ്യാനിക്കപ്പെടുന്നത് ഈ ആദിത്യൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ആര് എന്തുപാസന ചെയ്താലും ആ ഉപാസനകളെല്ലാം ചെന്ന് ചേരുന്ന ഈ ആദിത്യനിലാണ്. ഈ പരമാത്മാവിൽ നിന്നിട്ടാണ് എല്ലാം ഉണ്ടായത്. അതിനാൽ സകല ഉപാസനയും ഏത് പ്രകാരത്തിൽ നിർവഹിക്കപ്പെട്ടാലും ചെന്ന് ചേരുന്ന ഈ ആദിത്യനിലാണ്. ഈ ലോകത്തില് വിവിധങ്ങളായ പർവ്വതങ്ങളിൽ വീഴുന്നതായ മഴവെള്ളം വിവിധങ്ങളായ നദികളിലൂടെ പ്രവഹിച്ചിട്ട് അവസാനം എവിടെയാ എത്തിച്ചേരുക? സമുദ്രത്തിലാണ് എത്തിച്ചേരുക. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം. ആകാശത്ത് നിന്ന് വീഴുന്നതായ വെള്ളം എങ്ങനെയാണോ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്, അതേ പ്രകാരത്തില് സർവദേവ നമസ്കാരം, ഏതൊരു ദേവന്റെ പാദത്തിലും അർപ്പിക്കപ്പെടുന്നതായ നമസ്കാരം എവിടെ ചെല്ലും? കേശവം പ്രതി ഗച്ഛതി, കേശവനിലേക്കാണ് പോകുന്നത്, ആ ഭഗവാനിലേക്കാണ് പോകുന്നത്. അതാണ് ഇവരെല്ലാവരും, ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും കിന്നരന്മാരും താപസന്മാരും കിംപുരുഷന്മാരും അപ്സരസുകളും എല്ലാവരും, മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും അർപ്പിക്കുന്നതായ പൂജ ചെന്നു ചേരുന്നത് ഈ ആദിത്യനിലാണ് എന്നറിയണം. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ ഈ ആദിത്യനാണ് എന്നറിയണം. ദേവകളാകുന്നത് ആദിത്യനാകിയ ദേവനത്രേ. 33 കോടി ദേവന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇതിഹാസ പുരാണങ്ങളിൽ. അവരെല്ലാം ഈ ആദിത്യനാണ് എന്നറിഞ്ഞുകൊള്ളണം. അതേപോലെ തന്നെ 14 ലോകങ്ങളെയും രക്ഷിക്കുന്നതും അതേപോലെ തന്നെ ഭക്ഷിക്കുന്നതും ഈ ആദിത്യനാണ് എന്നറിഞ്ഞുകൊള്ളണം. തൻ്റെ കിരണങ്ങളാൽ, തൻ്റെ ശക്തിപ്രവാഹങ്ങളാൽ 14 ലോകങ്ങളെ ഉണ്ടാക്കുന്നതും ഈ ആദിത്യൻ തന്നെ. ഈ 14 ലോകങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും ഈ ആദിത്യൻ തന്നെ. കൽപ്പാന്തകാലത്തില് ഈ 14 ലോകങ്ങളെയും ഭക്ഷിക്കുന്നതും ഈ ആദിത്യൻ തന്നെ എന്നറിഞ്ഞുകൊള്ളണം. 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. അങ്ങനെ എല്ലാത്തിനും ആസ്പദം ഈ ആദിത്യനാണെന്ന് അറിഞ്ഞുകൊള്ളുക. ബ്രഹ്മാവുണ്ടല്ലോ സൃഷ്ടിയുടെ ചുമതല വഹിക്കുന്നയാള്, വിഷ്ണു ഉണ്ടല്ലോ ഈ സൃഷ്ടമായിരിക്കുന്ന ലോകത്തെ രക്ഷിക്കുന്നയാള്, അതേപോലെ തന്നെ മഹാദേവൻ അഥവാ രുദ്രനുണ്ടല്ലോ ഈ ലോകത്തിലുള്ള ജീവരാശിയെല്ലാം ഉപസംഹരിക്കുന്നയാള്. ഇവരെല്ലാവരും ഈ ആദിത്യനാണെന്ന് അറിഞ്ഞുകൊള്ളണം. ഈ ത്രിമൂർത്തികൾ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും. ബ്രഹ്മാവും വിഷ്ണുവും ശ്രീ മഹാദേവനും ത്രിമൂർത്തികൾ, അവരും വേറെ ആരുമല്ല, ഈ ആദിത്യൻ തന്നെയാണ്. ഏത് രൂപത്തിൽ ഏത് നാമത്തിൽ ഭജിച്ചാലും ഈ ആദിത്യനാണ് ഭജിക്കപ്പെടുന്നതെന്നറിയണം. ഈ നിർഗുണ നിരാകാര ബ്രഹ്മമാണ് ഭജിക്കപ്പെടുന്നതെന്ന് അറിഞ്ഞുകൊള്ളണം. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും. പിന്നെ ആരൊക്കെയാണ് എന്ന് കുറേ പേരുകൾ കാണിച്ച് ആ ദേവഭാവങ്ങളുടെ പേര് പറഞ്ഞ് നമുക്ക് വിശദമാക്കി തരികയാണ്. ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും. ഷൺമുഖനും സുബ്രഹ്മണ്യനും പ്രജാപതിമാരും, കശ്യപൻ ദക്ഷൻ തുടങ്ങിയതായ പ്രജാപതിമാരും, ശക്രനും ഇന്ദ്രനും വൈശ്വാനരനും അഗ്നിയും കൃതാന്തനും കാലനും രക്ഷോവരനും നിരുതിയും വരുണനും വായുവും യക്ഷാധിപനും കുബേരനും ഈശാനനും. ഈശാനൻ വടക്ക് കിഴക്കേ കോണിന്റെ അധിപതിയായിരിക്കുന്ന ദേവൻ ഈശാനൻ. ഈ പറഞ്ഞ പേരുകളെല്ലാം അഷ്ടദിക്പാലകന്മാരുടെ പേരുകളാണ്. ഈ അഷ്ടദിക്പാലകന്മാരെല്ലാവരും ഈ ആദിത്യനാണ് എന്നറിഞ്ഞുകൊള്ളണം. ചന്ദ്രനും ആദിത്യൻ തന്നെയാണ്.
നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും, നക്ഷത്രങ്ങളും അതേപോലെയാണ് ദിക്കരികളും ദിഗ്ഗജങ്ങളും എല്ലാം ഈ ആദിത്യനാണ്. വാരണവക്ത്രനും ഗണപതി ഭഗവാനും ഈ ആദിത്യനാണെന്ന് അറിഞ്ഞുകൊള്ളണം. ആര്യനും അയ്യപ്പനും മാരനും കാമദേവനും ഈ ആദിത്യനാണെന്ന് അറിഞ്ഞുകൊള്ളണം. താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ആദിത്യനാണ്. അശ്വിനീപുത്രരും അഷ്ടവസുക്കളും വിശ്വേദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരക സമൂഹവും എല്ലാവരും. അല്ലയോ രാമ, അറിഞ്ഞുകൊള്ളൂ ഈ ആദിത്യൻ തന്നെയാണ് എന്ന്. വാരമാസ ഋതു സംവത്സര കൽപ്പാതി കാരകനായതും സൂര്യനിവൻ തന്നെ. കാലത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? രാത്രിയിലൂടെ പകലിലൂടെ, അങ്ങനെ രാത്രിയും പകലും ചേർന്നതായ ദിനത്തിലൂടെ, 7 ദിനങ്ങൾ ചേർന്ന വാരത്തിലൂടെ, ആഴ്ചയിലൂടെ, അങ്ങനെ 4 ആഴ്ചകൾ ചേർന്ന മാസത്തിലൂടെ, അങ്ങനെ 12 മാസങ്ങൾ ചേർന്ന വർഷത്തിലൂടെ. അതാണ് വാര മാസർത്തു സംവത്സര കൽപ്പാതി കാരകനായിരിക്കുന്നതും വേറെ ആരുമല്ല, ഈ സൂര്യൻ തന്നെയാണ്, ഈ ആദിത്യൻ തന്നെയാണെന്ന് അറിഞ്ഞുകൊള്ളൂ. ഈ ആദിത്യൻ ആരെന്നറിയോ? ഈ പറഞ്ഞ എല്ലാം പ്രപഞ്ചത്തിലുള്ള അങ്ങ് സത്യലോകം മുതൽ ഇങ്ങ് പാതാളം വരെയുള്ള ഈ പ്രപഞ്ചത്തിലെ സർവപദാർത്ഥങ്ങളും ആദിത്യനാണ് എന്നറിഞ്ഞുകൊള്ളുക. ഇക്കാര്യത്തിൽ ഒരു ഭേദവുമില്ല, ഒരു ഉച്ചനീചത്വവുമില്ല. എല്ലാം ഒരേ ഒരു തത്വം, ഏകമേവ അദ്വിതീയം, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്, ആ പരമമായിരിക്കുന്ന ആദിത്യൻ. ഈ ആദിത്യൻ വേദാന്തവേദ്യനാം വേദാത്മകനിവൻ, വേദാന്തത്തിലൂടി വേദ്യനായിരിക്കുന്ന അറിയാൻ കഴിയുന്നവനായ വേദാത്മകനാണ്, വേദം ആത്മാവായിരിക്കുന്നവനാണ് ഈ ആദിത്യൻ എന്നറിഞ്ഞുകൊള്ളൂ. വേദാർത്ഥ വിഗ്രഹൻ, അദ്ദേഹത്തിന്റെ ശരീരം എന്തെന്നറിയോ, രൂപം എന്തെന്നറിയോ? വേദാർത്ഥമാണ്. അങ്ങനെ വേദാർത്ഥ വിഗ്രഹൻ, വേദജ്ഞ സേവിതൻ. ആരാ അദ്ദേഹത്തെ സേവിക്കുക? വേദം പഠിച്ച ആളുകള്, ജ്ഞാനം നേടിയ ആളുകള്, അറിവുള്ള ആളുകള്, അവരാണ് ഈ ആദിത്യനെ സേവിക്കുക. അദ്ദേഹത്തിന് എന്തൊക്കെയാ പേരുകള്? പൂഷ, വിഭാകരൻ, മിത്രൻ, പ്രഭാകരൻ, ദോഷാകരാത്മകൻ, തുഷ്ട, ദിനകരൻ, ഭാസ്കരൻ, നിത്യൻ, അഹസ്കരൻ, ഈശ്വരൻ, സാക്ഷി, സവിത, സമസ്ത ലോകേക്ഷണൻ. ഇങ്ങനെ ആ ആദിത്യന്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ആ പേരിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് നാം ഒന്ന് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ഉപനിഷൽ മന്ത്രത്തിലോട്ടായിരിക്കും. പൂഷാവെന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുന്നവൻ, നമ്മെ ഓരോരുത്തരെയും പോഷിപ്പിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്നവൻ. വിഭാകരൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യ സത്ത. ഇതിനെല്ലാം ഒറ്റ അർത്ഥം നമ്മൾ പറയും, സൂര്യൻ എന്ന്. പക്ഷെ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അവയെല്ലാം സൂര്യപര്യായമായത്. അതിലെ ആ ഓരോ അർത്ഥവും പരമാത്മ തത്വത്തെയാണ് നമുക്ക് അനുഭവവേദ്യമാക്കി തീർക്കുക. പോഷിപ്പിക്കുന്നവൻ ഈ ആദിത്യനാണ്. ലോകത്തെ ഉണ്ടാക്കി നിലനിർത്തി, ലോകത്തെ പ്രവർത്തിപ്പിച്ച്, ലോകത്തിന് വേണ്ടുന്നതെല്ലാം നൽകുന്ന ആരാ? ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനായ ഈ ആദിത്യനാണ്. അതാണ് അവൻ. പൂഷാവാണ് അവൻ. വിഭാകരനാണ്, സൗന്ദര്യ സത്തയാണ്. സത്യം, ശിവം, സുന്ദരം, അതാണ് ആ ആദിത്യൻ, ആ പരമാത്മാവ് എന്നറിഞ്ഞുകൊള്ളുക. അതേപോലെ മിത്രനാണ് അദ്ദേഹം, സ്നേഹിക്കുന്നവൻ. നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്കാണ്? ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മ സത്തയ്ക്കാണ്. അതാണ് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. പ്രഭാകരനാണ് അദ്ദേഹം. പ്രഭാകരൻ, ശോഭയെ പകരുന്നവൻ. അതേപോലെ ദോഷാകരാത്മകനാണ് അദ്ദേഹം. ദോഷാകരൻ, ചന്ദ്രൻ. ചന്ദ്രന്റെ ആത്മാവായിരിക്കുന്നവനാണ്, ചന്ദ്രന്റെ തേജസ്സായിരിക്കുന്നവനാണ് ഈ സൂര്യൻ എന്നറിഞ്ഞുകൊള്ളുക. തുഷ്ടാവാണ് അദ്ദേഹം. വിശ്വകർമാവാണ് അദ്ദേഹം. ദേവന്മാരുടെ വിഭാഗത്തിൽ പെട്ടയാളാണ് വിശ്വകർമാവ്, തുഷ്ടാവ്. അങ്ങനെ അദ്ദേഹം തുഷ്ടാവാണ്. ഈ ആദിത്യൻ തുഷ്ടാവാണ്, വിശ്വകർമാവാണ്. അദ്ദേഹം ഭാസ്കരനാണ്. ഭാസ്കരൻ, കാന്തിയെ ഉണ്ടാക്കുന്നവൻ. ആ പരമാത്മാവ് നിത്യനാണ് എന്നുമുള്ളവൻ. 3 കാലത്താലും ബാധിക്കപ്പെടാത്തവൻ. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം നിത്യനാണ്.
നിത്യനാണ് ഈ ആദിത്യൻ. ഈശ്വരൻ, എല്ലാ ഐശ്വര്യത്തോടും കൂടിയവനാണ് അദ്ദേഹം. സവിത, ഈ ആദിത്യൻ സവിതാവാണ്. എന്താ സവിതാവ് എന്ന് പറയാൻ കാരണം? ഉറങ്ങിക്കിടക്കുന്നവരെയെല്ലാം ഉണർത്തുന്നവൻ ഈ ആദിത്യനാണ്. ഭാസ്വാൻ, ശോഭയുള്ളവനാണിവൻ. വിവസ്വാൻ, മറ്റെല്ലാ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നവനാണ് ഈ ആദിത്യൻ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രങ്ങൾക്ക് മിന്നാമിനുങ്ങിന്റെ പ്രഭ പോലുമില്ല, അവ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. നഭസ്വാൻ, രശ്മികളോടുകൂടിയവനാണ് ഈ ആദിത്യൻ എന്ന് അറിഞ്ഞുകൊള്ളുക. അതേപോലെ ഗഭസ്തിമാൻ, കിരണങ്ങളോടുകൂടിയവൻ. ഇങ്ങനെ ആ ആദിത്യന്റെ പേരുകൾ ഇനിയും അനേകമുണ്ട്. ഇതിലേതെങ്കിലും ഒരു പേരെടുത്ത് സൂക്ഷ്മമായിട്ടൊന്ന് അപഗ്രഥിച്ചാൽ മതി. ഉപനിഷത്ത് മന്ത്രം അവിടെ അനുരണനം ചെയ്യുന്നത് നേരിട്ട് കേൾക്കാനായി സാധിക്കും. അങ്ങനെ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ. വളരെയേറെ വിസ്തരിച്ച് പറയേണ്ട കേൾക്കേണ്ട കാര്യമാണിത്. വിശേഷിച്ചും ബിന്ദുനാഥാത്മകൻ എന്നൊക്കെ പറയുമ്പോൾ ശ്രീചക്രം കണ്ടിട്ടുണ്ടല്ലോ, അതാണ് ഈ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിലെ ആ ബിന്ദു, നാദം എന്നുള്ളത് ഓങ്കാരവും, ആ ബിന്ദുവിൽ നിന്ന് സ്പന്ദിച്ചു വരുന്നതായ ഓങ്കാരവും. ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ, ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്തിയാ നമസ്കരിച്ചിടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സകല ദുഃഖങ്ങളും തീരും, സകല കഷ്ടപ്പാടുകളും തീരും, പരമമായ വിജയമുണ്ടാകും. എന്തൊക്കെയാ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് തുടക്കത്തിലേ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ. ശത്രുനാശം വരും, രോഗവിനാശനം, വർദ്ധിക്കും ആയുസ്, സൽകീർത്തിവർദ്ധനം. ഇങ്ങനെ ഈ ആദിത്യഹൃദയം നിത്യവും ഭക്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായ പ്രയോജനങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഓം സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇത്തം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം എന്ന് അനുഗ്രഹിച്ച് ഉപദേശിച്ച് അഗസ്ത്യ മഹർഷി അവിടെ നിന്നിട്ട് ആ പരബ്രഹ്മ സ്വരൂപത്തെ കൈക്കൊള്ളുകയാണ്. ചിത്തം തെളിഞ്ഞ് അഗസ്ത്യോക്തി കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ച് കാകുത്സ്ഥനും കൂപ്പിനാൻ, പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്ന് വീണാധരോപാന്തേ മരുവിനാൻ. അതിങ്ങനെ ആദിത്യ ഹൃദയമന്ത്രം പരമാത്മ സാക്ഷാത്കാരം കൈവരാനുള്ള മന്ത്രം. ഈ ലോകജീവിതം അങ്ങേയറ്റം ആനന്ദപ്രദവും വിജയകരവുമായി വളരാൻ വേണ്ടിയിട്ടുള്ളതായ ആദിത്യ ഹൃദയമന്ത്രം. അത് ഈ ഘട്ടത്തിൽ അഗസ്ത്യ മഹർഷി ഉപദേശിക്കുന്നത് നാം കേട്ടു. നാളെ രാത്രി 8:30 രാവണവധം, തുടർന്ന് സീതാസ്വീകാരം, അയോധ്യയിലേക്കുള്ളതായ മടക്കയാത്ര, അതിനടുത്ത ദിവസം ശ്രീരാമ പട്ടാഭിഷേകം, അത് കഴിഞ്ഞാൽ പിന്നെ ഫലശ്രുതി. നാളെ രാത്രി 8:30 നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.